എന്തായാലും 2 ദിവസം നാടിനെ ഞെട്ടിച്ച സിനിമാ സ്റ്റൈലിൽ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ച നടത്തിയ പ്രതി റിജു ആൻ്റണി പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഈ പ്രതി പിടിയിലായി. യഥാർത്ഥത്തിൽ പ്രതിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പോലും സൂരജ് സജിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ചാലക്കുടിയിലെ ഞങ്ങളുടെ പ്രതിനിധി ജഗ്സ് കൂടി ഈ പ്രവർത്തനത്തിൽ പോലീസിൻ്റെ ഓപ്പറേഷൻ പോലെ വളരെ പ്രധാനമായിരുന്നു 24-ൻ്റെ ഓപ്പറേഷനും. പോലീസിനൊപ്പം തന്നെ 24 ഉണ്ടായിരുന്നു. പക്ഷേ 24 ഈ പോലീസ് ഓഫീസേഴ്സ് നടത്തിയ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിലും നമ്മളത് കാണിക്കാൻ തയ്യാറായില്ല. കാരണം ഒരു കാരണവശാലും പോലീസിൻ്റെ വല ഭേദിച്ച് ഈ കവർച്ചക്കാരൻ കടന്നു കളയരുത് എന്ന് ഞങ്ങൾ കൂടി നിർബന്ധമുണ്ടായിരുന്നു. കാരണം പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് 3 മിനിറ്റ് എടുത്ത് ഒരു കൊച്ചു പിച്ചാത്തിയുമായി ഒരു ബാങ്ക് കവർച്ചയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിന് തന്നെ നാണക്കേടാകണം എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, വെൽ ഡൺ. പറയൂ, ജഗ്സിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചാലക്കുടിയിലെ നമ്മുടെ പ്രതിനിധി. എസ്കേൻ നമ്മളോടൊപ്പം നമ്മുടെ ചാലക്കുടിയിലെ പ്രതിനിധി ജഗ്സ് കൂടിയുണ്ട്. എസ്കേൻ, രാവിലെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ചാലക്കുടി ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇത് പ്രതിയെ പിടിച്ചിരിക്കുന്ന മേഖലയിൽ ഒരു തിരച്ചിൽ നടക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ജഗ്സിന് ഈ വിവരം കൈമാറുന്നു. പക്ഷേ നമ്മുടെ വാഹനം അടക്കം ആ മേഖലയിലേക്ക് എത്തിയാൽ മറ്റു മാധ്യമപ്രവർത്തകരടക്കം അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബോർഡുകൾ പോലും ഊരി വെച്ചാണ് നമ്മൾ ഒരു വേള അതിലൂടെ യാത്ര ചെയ്ത് അതിനുശേഷം സ്വാഭാവികമായും നമ്മൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. പിന്നീട് അവിടെ നമുക്ക് വേണ്ടി ഈ പോലീസിനൊപ്പം സഞ്ചരിച്ചിരുന്നതും സമാന്തര അന്വേഷണം നടത്തിയിരുന്നതും ജഗ്സ് ആണ്. എസ്കേൻ, ഈ ദൃശ്യത്തിലേക്ക് പോയാൽ ഈ പ്രതി ഹൈവേയിൽ എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ്. ഇത് നമുക്ക് ജഗ്സ് തന്നിരിക്കുന്നത് 11:12 AM-നാണ്. ബോധപൂർവം നമ്മൾ ഈ ദൃശ്യം കൊടുത്തില്ല. കാരണം ഈ ഹൈവേയിൽ ഈ പ്രതിയുടെ വീടിനോട് ചേർന്ന് ഈ ഹൈവേയിൽ നിന്ന് പ്രതി തിരിഞ്ഞ പേരാമ്പ്രയിലെ ദൃശ്യമാണ്. അത് നമ്മൾ കൊടുത്തില്ല എസ്കേൻ. അതോടൊപ്പം തന്നെ ഇത് ജഗ്സ് അവിടെ പോലീസ് തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമുക്ക് അയച്ചു തന്ന ദൃശ്യമാണ്. അതും നമ്മൾ ഈ പറഞ്ഞ സ്ഥലമോ ഒന്നും തന്നെ കൊടുത്തില്ല. സ്വാഭാവികമായും പോലീസും പറഞ്ഞത് ഈ പ്രതി എല്ലാ ചാനലുകളും മാറി മാറി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നറിയാൻ ഈ വാർത്താ ചാനലുകളാണ് പ്രതി കണ്ടുകൊണ്ടിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നു നമ്മുടെ ഒരു പകലൊരു നീക്കം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും സൂരജ്, ഈ കവർച്ച നടന്നതിന് ശേഷം സൂരജ് നൽകിയ പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് എപ്പോഴും ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം എനിക്ക് തന്നിരുന്നു. അതിനെ തുടർന്ന് തന്നെ എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഈ ചാലക്കുടി വിട്ട് പോയിട്ടില്ല ഈ പ്രതി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഒരു 11 മണിയോടുകൂടി സൂരജ് കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഈ പോട്ട പ്രദേശത്ത് പോലീസ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്, ഒന്ന് അവിടേക്ക് ചെല്ലണം. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെറുകുന്ന പ്രദേശത്ത് CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിശോധന കഴിയും വരെ ഞാൻ അവിടെ നിന്നു. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോയി തൊട്ടടുത്തുള്ള ബാറുകൾ, അതോടൊപ്പം തന്നെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന CCTV ഉള്ള എല്ലാ വീടുകളിലും കയറി പോലീസ് വളരെ ശക്തമായ പരിശോധന ആരംഭിച്ചു. അപ്പോൾ തന്നെ ഏകദേശം ധാരണ ഉറപ്പായിരുന്നു, ഈ പോട്ട, വെള്ളാഞ്ചിറ, അതുപോലെ തന്നെ ചെറുകുന്ന്, നാടുകുന്ന്, ആശേരിപ്പാറ, താണിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഏകദേശം ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പ്രതി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്നു. സൂരജ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടീം അതിരപ്പള്ളിയിലായിരുന്നതിനാൽ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പോലീസിനോടൊപ്പം തന്നെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഒരു 4-5 മണിയോട് കൂടി തന്നെ വീണ്ടും ഈ ആശേരിപ്പാറ, താണിപ്പാറ പ്രദേശങ്ങളിലേക്ക് പോലീസിൻ്റെ സ്ക്വാഡ് വരുന്നത്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ നിന്നു. അതിനുശേഷമാണ് ഒരു വൈകുന്നേരത്തോടു കൂടി, ഒരു രാത്രി ഒരു 7 മണിയോട് കൂടിയൊക്കെ തന്നെ ഈ പ്രതിയെ പിടിക്കാനായിട്ട് പോലീസ് സംഘം എത്തുന്നത്. ഞാൻ ഈ ഉച്ച സമയത്ത് നിൽക്കുമ്പോൾ തന്നെ പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും ഇവിടെ നിന്നും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുകൂടെ സുഹൃത്തെ എന്നൊക്കെ ചോദിച്ചു. എന്നാലും നമുക്ക് പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നമ്മളോട് നിർദ്ദേശം സംസാരിച്ച് സൂരജ് സജിയും ജഗ്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ്റെ പിന്നാലെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നതും. നമ്മൾ ഈ വാർത്തകൾ വിശദമായി സംപ്രേഷണം ചെയ്തു.